ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. തൽബീന കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ. ശരീരത്തിന് മാത്രമല്ല മാനസികാരോഗ്യത്തിനും കൂടെ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കുന്നതിലൂടെ. പ്രത്യേകിച്ച് റമദാൻ സമയത്തൊക്കെ അത്താഴത്തിനൊക്കെ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് ചൂട് സമയം കൂടി ആകുമ്പോൾ. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കുക എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് പാലിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറിയൊരു അളവിൽ ചെയ്യുന്നുള്ളൂ. ഒരു കപ്പ് പാലിത ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ ബാർലി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബാർലി പൗഡർ നന്നായിട്ട് ഈ പാലിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറിയ തീയിലിട്ടിട്ട് ഇതിങ്ങനെ കൈയെടുക്കാതെ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് അങ്ങ് വേവിച്ചെടുക്കരുത്, സാവധാനം വേണം അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഉള്ളൂ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുക. ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കാം കേട്ടോ. മാത്രമല്ല ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് കുടലിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. പിന്നെ മൂത്രസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ മൂത്രപ്പഴുപ്പൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ബാർലി കുടിക്കുന്നത് ഒരുപാട് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് ബാർലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ദിവസവും ബാർലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മൂത്രപ്പഴുപ്പൊന്നും വരെയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ദിവസം ഒന്ന് ശീലമാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ പാലൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഉപ്പിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് കുറുകി വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈന്തപ്പഴം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തൽബീന. അപ്പോൾ ഇത് പാലിൽ റെഡിയാക്കി എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ അതിന് തൽബീന എന്നിട്ടുള്ള ഒരു പേര് വന്നിട്ടുള്ളത്. അറബിയിൽ ലബൻ എന്നാണ് പാലിന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു തൽബീന എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പംകിൻ സീഡും അതുപോലെ ബദാമും അണ്ടിപ്പരിപ്പും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോഫറ്റ് വചനത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ഒരു തൽബീന എന്ന് പറഞ്ഞിട്ടുള്ള ആഹാരം. പ്രത്യേകിച്ച് അത്താഴത്തിലൊക്കെ നോമ്പ് സമയത്ത് അത്താഴത്തിലൊക്കെ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്. പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇത് നല്ലതാണ് കേട്ടോ. രക്തശുദ്ധീകരണത്തിലും അതുപോലെ പ്രഗ്നൻസി പീരീഡിലൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഹണി കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും തൽബീന ഒന്ന് കഴിച്ചു നോക്കൂ. ഇനിയിപ്പോൾ രോഗികൾക്കാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിനൊരു സമാധാനം നൽകാനും ഡിപ്രഷൻ കുറക്കാനും ഒക്കെ ഈ ഒരു തൽബീന സഹായിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തൽബീന റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.